മുന്നണികൾക്ക് ഇനിയുള്ള 2 നാളുകളും അങ്ങനെ കൂട്ടിക്കിഴക്കില്ലെന്നതാണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത്തരം കാര്യങ്ങൾ ബൂത്തുകളിൽ നിന്ന് ശേഖരിച്ച എല്ലാ കണക്കുകളും ഡേറ്റുകളും എല്ലാം അതിനോടകം മുന്നണികൾ ഇപ്പോൾ ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്ത് വരികയാണ്. LDF സ്ഥാനാർത്ഥി എം സ്വരാജ് വിജയിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും ആര്യടൻ ഷൗക്കത്ത് 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് UDF കേന്ദ്രങ്ങളും 2,000 വോട്ടിന് വിജയിക്കുമെന്ന് PV അൻവറും കട്ടായം പറയുമ്പോൾ നിലമ്പൂരിൽ 23-ന് എന്ത് സംഭവിക്കും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ദീപക് ധർമ്മടം നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ് കൂടുതൽ വിശകലനവുമായി. ദീപക്, വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയാം. രാഷ്ട്രീയ കേരളം എങ്ങനെ ചിന്തിക്കുന്നു ഈ ഒരു സമയത്ത് എന്നത് സുപ്രധാനമാണ്. അത് നിലമ്പൂരിലേക്ക് ചുരുങ്ങുകയാണ് കേരളത്തിന്റെ എല്ലാ നോട്ടവും. അങ്ങനെയെങ്കിൽ ഈ കണക്ക് കൂട്ടലുകൾ അത് ഇപ്പോൾ എവിടെ എത്തി? എന്താണ് ഓരോ മുന്നണികളും പ്രതീക്ഷിക്കുന്നത്? പ്രജിൻ, രാഷ്ട്രീയ കണ്ണുകളെല്ലാം കേരളത്തിൽ നിലമ്പൂരിലേക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ, അതുകഴിഞ്ഞ് മണിക്കൂറുകൾ, ഇനി അതിൻ്റെ ഫലത്തിലേക്ക് എത്താൻ പോകുന്നു. ഈ ഘട്ടത്തിൽ 3 പേർ കൂട്ടിയും കിഴിച്ചും സ്വന്തം വിജയം ഉറപ്പിച്ചു പറയുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 15,000 ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ആവർത്തിച്ചുള്ള പറച്ചിലാണ്. മാത്രവുമല്ല എല്ലാ പഞ്ചായത്തുകളിലും ഭൂരിപക്ഷം എന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത്. പക്ഷേ എന്നാൽ അവരുടെ അകത്തുള്ള ക്യാമ്പിൽ നിന്നും പറയുന്നത് അമരമ്പലം ഒഴിച്ചുള്ള എല്ലാ മേഖലകളിലും പഞ്ചായത്തുകളിലും ഒപ്പം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ലീഡ് കിട്ടും എന്നുള്ളതാണ്. CPIM ആണെങ്കിൽ ഇന്ന് CPIMൻ്റെ നിർണായകമായ വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റ് യോഗമായിരുന്നു. ആ വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിലമ്പൂർ മാത്രം ചർച്ച ചെയ്തു. നിലമ്പൂരിനെ കുറിച്ച് A വിജയരാഘവൻ സംസാരിച്ചു, PK ബിജു സംസാരിച്ചു, സ്ഥാനാർത്ഥി എം സ്വരാജും സംസാരിച്ചു. അതിൽ അവർ കൃത്യമായി പറയുന്നത് ബൂത്തിലെ കണക്കുകൾ പ്രകാരം കൃത്യമായ ലീഡോടുകൂടി 4,000 വോട്ടിലേറെ ഭൂരിപക്ഷത്തിൽ സ്വരാജ് വിജയിക്കുമെന്നുള്ളതാണ്. അത് പാർട്ടി വോട്ടിൻ്റെ കണക്ക് മാത്രമാണ്. അതിൽ വഴിക്കടവ് പഞ്ചായത്ത് ഒഴിച്ചുള്ള എല്ലാ പഞ്ചായത്തുകളിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ലീഡുണ്ടാകും. അമരമ്പലം പഞ്ചായത്തിൽ 2,000 വോട്ടിൻ്റെ വരെ ലീഡ് ഉണ്ടായേക്കും എന്നുള്ളതാണ് CPIMൻ്റെ ബൂത്ത് തലത്തിൽ വന്ന കണക്ക്. ആ കണക്ക് സെക്രട്ടേറിയറ്റിൽ വിശദീകരിക്കുകയും ചെയ്തു. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിജയം ഉറപ്പാണെന്ന് വാർത്താസമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ അവലോകനത്തിന് ശേഷം അദ്ദേഹം പറയുകയും ചെയ്തു. ഇതിനൊപ്പം PV അൻവർ എന്ന ഫാക്ടർ. PV അൻവർ ഒരു ഘടകമല്ല എന്ന് പറഞ്ഞെങ്കിലും ഈ വോട്ടെടുപ്പ് കഴിയുമ്പോൾ PV അൻവറിൻ്റെ വോട്ടാണ് ജയപരാജയം തീരുമാനിക്കുക എന്ന് 2 മുന്നണികൾ UDFും LDFും ഒരുപോലെ പറയുന്നു എന്നുള്ളതാണ്. അതിൽ CPIMന് LDFന് വലിയ പ്രതീക്ഷയുണ്ട്. അൻവർ കൂടുതൽ വോട്ട് പിടിച്ചാൽ അത് UDF ക്യാമ്പിൽ നിന്നാകും. അതായത് നമ്മുടെ നിരീക്ഷണത്തിൽ മനസ്സിലാവുന്നത് ഒരു 30-70 എന്നുള്ള നിലയിൽ അൻവർ പിടിക്കുന്ന 100 വോട്ടിൽ 30 ഇടതുമുന്നണിയുടേതും 70 UDFൻ്റെതുമാകും എന്നുള്ളതാണ് നമുക്ക് പ്രാദേശിക തലത്തിലുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും CPIM വലിയ രീതിയിൽ അൻവറിൻ്റെ വോട്ട് കൂടുകയാണെങ്കിൽ അത് LDFന് ഗുണം ചെയ്യുമെന്ന് പറയുന്നു. അതേസമയത്ത് UDF പറയുന്നത് അൻവർ പിടിക്കുന്നത് ഇടത് ക്യാമ്പിലെ വോട്ടുകൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 3 ഘടകങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറ്റൊന്ന് BJPയുടെ സ്ഥാനാർത്ഥി, ചില SDPI പോലുള്ള സ്ഥാനാർത്ഥികളുമുണ്ട്. അപ്പോൾ ചിത്രം വളരെ കൃത്യമാണ്. ഇവിടെ നക്ക് ഫൈറ്റാണ്. ആ ഫൈറ്റിൽ UDFും LDFും തന്നെയാണ് യഥാർത്ഥത്തിൽ 1ഉം 2ഉം സ്ഥാനത്തേക്കുള്ള പോരാട്ടത്തിലുള്ളത്. അത് കഴിഞ്ഞ് ചിലപ്പോൾ PV അൻവറിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ അദ്ദേഹത്തിൻ്റെ വോട്ട് എത്രയായിരിക്കും എന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കുക സാധ്യമല്ല. പക്ഷേ എന്നാലും ഒരു 15,000 വോട്ട് വരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. വിവിധ പഞ്ചായത്തിൽ നമ്മൾ പരിശോധന നടത്തിയപ്പോൾ 10നും 15നും ഇടയിൽ വരും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ PV അൻവർ വിജയം ഉറപ്പിക്കുന്നു. ഒരു 2,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറയുന്നു. PV അൻവർ ഞാനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്വരാജ് ചിത്രത്തിലില്ല, അതുപോലെ ഷൗക്കത്ത് 2ാം സ്ഥാനത്ത് വരും എന്നൊക്കെയാണ് നേരിട്ട് സംസാരിച്ച സമയത്ത് PV അൻവർ പറഞ്ഞത്. അദ്ദേഹം വലിയ കോൺഫിഡൻസ് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയ ചിത്രം അത് UDFും LDFും തമ്മിലാണ് മത്സരം എന്നുള്ളതാണ്. പ്രജിൻ, ദീപക്, നമുക്ക് ഈ മലബാറിലെ പൊളിറ്റിക്സ് അതൊരു വേറൊരു രീതിയാണ്. വ്യക്തിപ്രഭാവത്തിനൊക്കെ അവിടെ എത്രമാത്രം പ്രാധാന്യമുണ്ട്. പക്ഷേ മലപ്പുറത്തും അത് നിലമ്പൂരിലൊക്കെ അത് വേറൊരു രീതിയിലാണ്. ഇപ്പോൾ ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകൾ പല രീതിയിൽ കണ്ടതാണ് ദീപക് എന്ന മാധ്യമ പ്രവർത്തകൻ. അപ്പോൾ ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്, എന്തായിരിക്കും നിലമ്പൂരിലെ ജനവിധി എന്നാണ് ഒരു പ്രഡിക്ഷൻ? നിരവധി ഉപതെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പ്, അതുപോലെ തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പുകൾ നിരവധി റിപ്പോർട്ട് ചെയ്തുള്ള പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രഡിക്ഷനിലേക്ക് പോകുമ്പോൾ നേരിയ ഭൂരിപക്ഷത്തിനായിരിക്കും ഐദർ സ്വരാജ് ഓർ ഷൗക്കത്തിൻ്റെ വിജയം. അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം അൻവർ കൂടുതൽ വോട്ട് പിടിക്കുമ്പോൾ അത് ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യും. മറ്റൊന്ന് നിഷ്പക്ഷ വോട്ടുകൾ, അല്ലെങ്കിൽ യൂത്ത് വോട്ടുകൾ, അല്ലെങ്കിൽ ഈ അത്യാവശ്യം വായനയുള്ളവരുടെ വോട്ടുകൾ സ്വരാജ് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത്. ഞാനിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയ ഹോട്ടൽ
ഹോട്ടലിലെ സെക്യൂരിറ്റിയുമായി ഞാൻ ഈ യാത്രക്കിടയിലെല്ലാം ഈ ഒരു പൾസ് എടുക്കാൻ വേണ്ടി സാധാരണ ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ആ സെക്യൂരിറ്റി പറഞ്ഞത് എൻ്റെ നാട്ടിലുള്ള 10ഓളം BJP-ക്കാർ സ്വരാജിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ BJP അനുഭാവികളാണ്, പക്ഷേ സ്വരാജിന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സ്വരാജിൻ്റെ വ്യക്തിത്വത്തെ മാനിച്ചാണ് വോട്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ നെക്ക് ഫൈറ്റിൽ അത് ആര്യാടൻ ഷൗക്കത്തും സ്വരാജും തമ്മിലാണ് ഫൈറ്റ്. അതിൽ അല്പം എഡ്ജ് ആർക്കാണെന്ന് ചോദിച്ചാൽ വോട്ടിംഗ് പാറ്റേൺ വെച്ച് എഡ്ജ് ഷൗക്കത്തിനാണ്. പക്ഷേ എന്നാൽ ഈ അതിനപ്പുറത്തേക്ക് അട്ടിമറികളിലൂടെയുള്ള എഡ്ജ് അത് സ്വരാജിനാണ് എന്ന് വിലയിരുത്തേണ്ടി വരും പ്രജിൻ. യെസ്, അപ്പോൾ ആ രീതിയിൽ ചെറിയൊരു ഭൂരിപക്ഷത്തിനായിരിക്കും ആരായാലും വിജയം എന്ന രീതിയിലുള്ള ചെറിയ പ്രഡിക്ഷൻ ദീപക് നടത്തുന്നു. അവിടെ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ ആ രീതിയിലാണ് എന്നാണ് അതിന് കാരണമായി ദീപകും പറയുന്നത്. എന്നാലും കാത്തിരുന്ന് കാണാം, 2 ദിവസമുണ്ട്. ആ കണക്കുകൂട്ടലുകൾക്കൊക്കെ ഏറ്റവും അവസാനത്തിൽ ആർക്കൊപ്പമാണ് നിലമ്പൂർ ജനത ഇത്തവണ നിന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.